പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പളനി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഞങ്ങളുടെ വാർഡിൽ നിന്ന് കുടുംബശ്രീയിലെ ആൾക്കാരും ഞാനും കുടുംബവും എല്ലാം കൂടെ ഞങ്ങൾ പളനിമല ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അതോടൊപ്പം തന്നെ രാമേശ്വരം, ധനുഷ്കോടി, മധുരയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളെ നിങ്ങളൊന്ന് കാണിക്കുകയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി 7 മണിയോടുകൂടിയാണ് പളനിയിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ അയൽവാസിയും സുഹൃത്തുമായ അജിത്തിൻ്റെ 30 സീറ്റർ മിനി ബസ്സാണ്. അതിലാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ സമയത്ത് വരികയും ഞങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ വാഹനം ഇവിടെ നിന്ന് വിടുകയാണ്. നമുക്ക് എളുപ്പം കുമ്മളി വഴി പോകുന്നതാണ്. ഞാൻ ഒരുപാട് തവണ പളനിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു ടൂർ പ്രോഗ്രാം വരുമ്പോഴത്തേന് എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുന്നത് ഒരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. എൻ്റെ കുടുംബശ്രീയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ബിന്ദു ശശിയും ജിജിയുമാണ്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഡ്രൈവർ അപ്പു വണ്ടി വിടുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ അപ്പുവിൻ്റെ കൂട്ടത്തിൽ ജോൺസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുണ്ട് ഡ്രൈവറായിട്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പൊൻകുന്നത്തുനിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചു. അവിടുന്ന് പിന്നെയും ഇത് മുറിഞ്ഞ വഴിയാണ്. പിന്നെ വേറെ എങ്ങും ഞങ്ങൾ നിർത്തിയില്ല, നേരെ പളനിയിലേക്ക് പോവുകയാണ്. ഇപ്പം കുറച്ച് തണുപ്പൊക്കെ ഉള്ളത് ഈ ഏരിയയിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് പാട്ടും ചെറിയ മേളവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യുകയാണ്. പിന്നീടും എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നെ കണ്ണു തുറക്കുന്നത് പളനിയിലാണ്. പളനിയിൽ നമ്മളൊരു കേരള വാഹനം വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവരും പല ആൾക്കാർ നമ്മുടെ ഇതിലോട്ട് സമീപിക്കും, റൂമിനും ഒക്കെ ആയിട്ട്. അങ്ങനെ വൈകിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞാൽ വെളുപ്പിനെയാണ് ഞങ്ങളിവിടെ എത്തിയത് കൊണ്ട് അത്യാവശ്യം ഒന്ന് ഫ്രഷ് ആകാൻ മാത്രം മതിയായിരുന്നു. അപ്പം അതിനുവേണ്ടി ഇത് ഞങ്ങളുടെ പളനിയിലെ ബസ് പാർക്കിംഗ് ഏരിയയാണ്. അതിന് തൊട്ട് സമീപത്ത് തന്നെ ഒരു ഹോട്ടലിൽ ഫ്രഷ് ആകാൻ വേണ്ടി റൂം എടുത്തു. പുലർച്ചെ 5:30ക്കാണ് നട തുറക്കുന്നത്. ആ സമയത്ത് ദർശനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തിരക്കില്ലാതെ ഉടനെ മധുരയിലേക്ക് പോകുന്ന ആണക്കൂട്ടിലാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായി. ഞങ്ങൾ വാഹനമിട്ടെടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം നല്ലപോലെ കാണാം. അത്രയ്ക്ക് അടുത്താണ് വാഹനം പാർക്ക് ചെയ്തത്. പളനിയിൽ വന്ന എല്ലാം ബാർഗെയിൻ ചെയ്ത് നമ്മൾ റേറ്റ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ എല്ലായിടത്തോട്ടും പോകാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ 10 സ്ഥലത്ത് ചെന്നാൽ 10 റേറ്റാണ്. അപ്പോൾ അതൊന്ന് പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് വഴിപാടും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മളെ സമീപിക്കും. അതിലൊന്നും പെടാതെ ദേവസ്വത്തിൻ്റെ തന്നെ എല്ലാ കൗണ്ടറും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഫ്രഷായി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടല്. അപ്പോൾ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ഫ്രഷായി പളനി മല കയറാൻ വേണ്ടി പോവുകയാണ്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പളനിയിൽ ഓരോരോ മാറ്റങ്ങളാണ്. ഈ സൈഡിലൊക്കെ പണ്ട് കച്ചവടക്കാരുടെ കേന്ദ്രമായിരുന്നു, അവരെല്ലാം ഒഴിപ്പിച്ചു. ഇപ്പോൾ ഈ പരിസരത്തോട്ട് അങ്ങനെ കച്ചവടക്കാരെ ഒന്നും കടത്തി വിടുന്നില്ല. എല്ലാവർക്കും അതിർത്തി നിർണയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് മാത്രമേ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ളൂ. சாமி தரிசனம் செய்யுமாறு கேட்டுக்கொள்ளப்படுகிறது. ഇവിടുത്തെ കച്ചവടക്കാരെയെല്ലാം ഈ ഭാഗത്തുനിന്ന് ഒഴിപ്പിച്ചായിരുന്നു. അവരിതുണ്ട് ഇതുപോലെ വേലിയൊക്കെ കെട്ടിയിട്ട് ഇതിനപ്പുറത്ത് മാത്രമേ കച്ചവടത്തിന് അനുമതി കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പരിസരത്തെങ്ങും കച്ചവടക്കാരില്ല. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കാവഴി എടുക്കുന്നതും തലമുണ്ടനം ചെയ്യുന്നതും. പളനി ക്ഷേത്രത്തിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഇടുമ്പൻമല. മുരുക ഭക്തനായ ഉടുമ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ്. പളനിയിൽ എത്തുന്നവർ ആദ്യം ഇടുമ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങി വേണം പളനിമല കയറുവാനെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് മുന്നിൽ വന്ന സമയത്ത് കലാഗ്രാമത്തിലെ കുട്ടികൾ ഇവിടെ മനോഹരമായ മുരുക ഭക്തിഗാനം പാടുന്നുണ്ട്. ഇവർ ഇൻസ്റ്റഗ്രാമിലെ ഒരു ഫേമസ് ഗ്രൂപ്പാണ്.
ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ്. നല്ല പരിപാടികളാണ് ഇവരുടെ. ചിന്തുപാട്ടാണ് ഇവരുടെ പ്രധാനം. ഇവരെ ഒന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരെ ഹോരാത്രയ്യപ്പ ശരണം നമിച്ചിടുന്നേ നടിയനൊരാശ്രയമെന്നും നീ മാത്രം ഉദിച്ചുയർന്നു മാമലമേലെ. வலதுபுறத்திலுள்ள செல்போன் பாதுகாப்பு மையத்தில் தங்களுடைய செல்போன்களை வைத்து வலதுபுறத்திலுள்ள செல்போன் பாதுகாப்பு மையத்தில் தங்களுடைய செல்போன்களை வைத்து പണലിയിലെത്തുന്ന തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇവിടുന്ന് മൊബൈൽ ഫോൺ അനുവദിക്കുന്നില്ല. നല്ല പരിശോധനയോടുകൂടിയാണ് ഇവിടുന്ന് കടത്തിവിടുന്നത്. നേരത്തെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഫോണിൽ ഫോട്ടോയൊക്കെ എടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഫോൺ റൂമിൽ വെച്ച് സേഫ് ആക്കിയതിന് ശേഷം മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തോടേക്ക് വരാവുള്ളൂ. അല്ലാതെ ഇവിടെ എങ്ങും ഫോൺ ഏൽപ്പിക്കാൻ നിൽക്കരുത്. ഞങ്ങൾ നേരത്തെ കുടുംബമായിട്ട് പളനി വന്ന സമയത്ത് ഞാൻ മുട്ടയടിക്കുകയും അതുപോലെ തന്നെ ക്ഷേത്രത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്താണ്. പക്ഷെ ഇപ്പോൾ അത് അനുവദനീയമല്ല. ക്യാമറ അലൗഡ് അല്ലാത്തതിനാൽ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളൊന്നും പകർത്താൻ സാധിച്ചില്ല. ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഉടനെ മടങ്ങിയെത്തി. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദം പഞ്ചാമൃതമാണ്. അതെല്ലാം മേടിച്ച് ഞങ്ങൾ വാഹനത്തിൽ വന്നപ്പോഴത്തേന് വാഹനത്തിൻ്റെ മുൻവശത്തെ ഗ്ലാസ്സിൽ മനോഹരമായ ഒരു മയിലിൻ്റെയും മുരുകൻ്റെ ആയുധമായ വേലുവൊക്കെ ഒരു കലാകാരൻ വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിമിഷ നേരം കൊണ്ടാണ് ആ പണി അദ്ദേഹം പൂർത്തിയാക്കിയത്. ഇവിടെ എത്തുന്ന വാഹനങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു ചിത്രം. നല്ലപോലെ വെട്ടം വീണ സമയത്ത് നോക്കിയപ്പോഴത്തേന് നമ്മുടെ വാഹനം കിടക്കുന്നത് രണ്ട് മലയുടെ മധ്യഭാഗത്തായിട്ടാണ്. പളനിമലയുടെയും ഇടുമ്പമലയുടെയും. ഇവിടെ നോക്കുമ്പോൾ കണ്ടപ്പോഴത്തേന് വളരെ മനോഹരമായിട്ട് തോന്നി. ഇത് പളനിമല, ഇത് ഇപ്പുറത്തെ സൈഡിൽ ഇടുമ്പമല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഉടൻ തന്നെ മധുരയിലേക്ക് യാത്രയാകുകയാണ്. ഇനി ഞങ്ങൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക്. ഇത് പളനി ടൗൺ ആണ്. ഇവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ടൂ വീലർ യാത്രക്കാർ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നില്ല. അവിടെ പോലീസിന്റെ പരിശോധനയില്ല. ഇവിടുത്തെ പോലെ ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടിയില്ല. ഒരു മനുഷ്യൻ പോലും ഉണ്ടോ നിങ്ങൾക്ക് കാണാം ഹെൽമെറ്റ് ഉപയോഗിക്കുന്നില്ല.
തമിഴ്നാട്ടിലെ അതിമനോഹരമായ റോഡിൽ കൂടെ ഞങ്ങളുടെ ട്രിനിറ്റി വാഹനം മധുരയിലേക്ക് പോവുകയാണ്.